നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ചതിൽ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും രോഷാകുലരാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഛത്തീസ്ഗഡിലെ ബസ്തറിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിലാണ് മോദിയുടെ പരാമർശം. തെരഞ്ഞെടുപ്പിൽ വിശ്വാസങ്ങളും ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട പ്രചരണങ്ങൾ പാടില്ലെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാർഗനിർദ്ദേശം നിലനിൽക്കെയായിരുന്നു മോദിയുടെ പരാമർശം. മോദിയുടെ പ്രസംഗങ്ങളിൽ RSSന്റെ ദുർഗന്ധമുണ്ടെന്ന് AICC അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെ. കോൺഗ്രസിന്റെ പ്രകടന പത്രികയ്ക്ക് മുസ്ലിം ലീഗിന്റെ മുദ്രയാണെന്ന പരാമർശത്തിൽ നരേന്ദ്രമോദിയെ കടന്നാക്രമിച്ച് സംസാരിക്കുകയായിരുന്നു മല്ലികാർജുന ഖാർഗെ. മോദിയുടെയും അമിത്ഷായുടെയും രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര മുൻഗാമികൾ സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യക്കെതിരെയും ബ്രിട്ടീഷുകാർക്കെതിരെയും മുസ്ലിം ലീഗിനെയും പിന്തുണച്ചവരാണെന്ന് അദ്ദേഹം പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കോൺഗ്രസ് പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ മുസ്ലിം പ്രീണനമാണെന്ന പ്രധാനമന്ത്രിയുടെ ആരോപണത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി കോൺഗ്രസ്. വർഗീയത ആളിക്കത്തിക്കാൻ പ്രധാനമന്ത്രി ശ്രമിക്കുന്നുവെന്നാണ് കോൺഗ്രസിന്റെ പരാതി. ഭൂരിപക്ഷത്തെ കോൺഗ്രസിൽ നിന്ന് അകറ്റാനുള്ള മോദിയുടെ നീക്കമാണ് ഇതെന്നാണ് ആക്ഷേപം. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രചാരണം നടത്താനുള്ള അന്തരീക്ഷം ഉണ്ടാകണമെന്നും മോദിക്കെതിരെ നടപടി വേണമെന്നും കോൺഗ്രസ് പരാതിയിൽ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 20 മണ്ഡലങ്ങളിലായി ആകെ 194 സ്ഥാനാർത്ഥികൾ. ഏറ്റവും അധികം സ്ഥാനാർത്ഥികൾ ഉള്ളത് കോട്ടയം മണ്ഡലത്തിലാണ്. ഏറ്റവും കുറവ് ആലത്തൂരിലുമാണ്. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ പ്രമുഖ സ്ഥാനാർത്ഥികൾക്കെതിരെയെല്ലാം അപരന്മാർ മത്സര രംഗത്തുണ്ട്. കരുവന്നൂർ കേസിൽ 8.5 മണിക്കൂർ ചോദ്യം ചെയ്ത് വിട്ടയച്ച CPM ജില്ലാ സെക്രട്ടറി MM വർഗീസിനോട് 22-നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജുവിനോട് അടുത്ത വ്യാഴാഴ്ചയും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ED നിർദ്ദേശം. തൃശ്ശൂരിൽ CPMന് വിവിധ സഹകരണ ബാങ്കുകളിലുള്ള അക്കൗണ്ടുകളെക്കുറിച്ചും ആസ്തി വിവരങ്ങളിലുമായിരുന്നു ചോദ്യം ചെയ്യൽ. ആസ്തി വിവരങ്ങൾ ഹാജരാക്കാൻ ED ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് MM വർഗീസ് ചോദ്യം ചെയ്യലിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ ബാങ്ക് അക്കൗണ്ട് ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചതിനെതിരെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ച് CPM. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയും വരെ നടപടി നിർത്തിവെക്കാൻ കമ്മീഷൻ ഇടപെടണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറിന് അയച്ച കത്തിൽ പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ആവശ്യപ്പെട്ടു. മോദിയും പിണറായിയും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണെന്നും അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും കർണാടക ഉപമുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ DK ശിവകുമാർ. പ്രതിപക്ഷ നേതാക്കളെ ഓരോരുത്തരെയായി കേന്ദ്രം വേട്ടയാടുകയാണെന്നും അതിൻ്റെ അവസാനത്തെ ചിത്രമാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റെന്നും അതേസമയം ഇന്ത്യയിലെ ഒരു മുഖ്യമന്ത്രിയെ മാത്രം അതൊന്നും ബാധിക്കാത്തത് കേരളത്തിലെ മുഖ്യമന്ത്രിയെയാണെന്നും ശിവകുമാർ കൂട്ടിച്ചേർത്തു. മുരളീധരൻ്റെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിൽ ഒല്ലൂർ സെന്ററിൽ പങ്കെടുത്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാനൂർ ബോംബ് സ്ഫോടന കേസിൽ ക്രിമിനൽ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയാണ് ബോംബ് നിർമ്മിക്കാൻ കാരണമെന്ന് പോലീസ്. എതിർഭാഗത്തുള്ള ഗുണ്ടകളെ നേരിടാൻ വേണ്ടിയാണ് ബോംബുണ്ടാക്കിയത്. അപ്പോൾ പിടിയിലായിരിക്കുന്നവർക്ക് ബോംബ് നിർമ്മാണത്തെക്കുറിച്ച് അറിയാം. അറസ്റ്റിലായ അമൽ ബാബു ബോംബ് ഒളിപ്പിച്ച സംഘത്തിലുള്ളയാളാണെന്നും പോലീസ് വിശദീകരിച്ചു. കൊല്ലപ്പെട്ട ഷെറിലും പരിക്കേറ്റ 3 പേരും ഉൾപ്പെടെ 12 പേരാണ് പ്രതികൾ. പാനൂർ ബോംബ് സ്ഫോടന കേസിൽ 2 പേർ കൂടി കസ്റ്റഡിയിൽ. സ്ഫോടനം നടന്നയുടനെ ഒളിവിൽ പോയ മുഖ്യ സൂത്രധാരൻ കുന്നോത്തുകാവ് ഷിജിലാൽ 31, K അക്ഷയ് 29 എന്നിവരെയാണ് അന്വേഷണ ചുമതലയുള്ള കൂത്തുപറമ്പ് ACP KV വേണുഗോപാലിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഇതോടെ പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ ഉണ്ടായ സ്ഫോടനത്തിൽ കേസിൽ മരിച്ച മുഴുവൻ പ്രതികളും പിടിയിലായി. അറസ്റ്റിലായവരിൽ അമൽ ബാബു, അതുൽ രാജ്, സായൂജ്, ഷിജാൽ എന്നിവർ ഭാരവാഹികളാണെന്ന് DYFI നേതൃത്വം സ്ഥിരീകരിച്ചു. സിദ്ധാർത്ഥൻ്റെ മരണം സംബന്ധിച്ച കേസിൽ CBI FIR സമർപ്പിച്ചു. പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കേസന്വേഷണത്തിൻ്റെ 3-ാം ദിവസമാണ് FIR സമർപ്പിച്ചിരിക്കുന്നത്. മാനന്തവാടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് FIR സമർപ്പിച്ചിരിക്കുന്നത്. ആകെ 21 പ്രതികളുടെ പേരുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കേസന്വേഷണം മുന്നോട്ട് പോകുന്നതനുസരിച്ച് കൂടുതൽ വകുപ്പുകൾ കൂട്ടിച്ചേർക്കും. തെരഞ്ഞെടുപ്പ്
അടുത്തപ്പോൾ പിണറായി വിജയൻ 3200 രൂപ നൽകിയത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്ന് KPCC പ്രസിഡന്റ് ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസൻ. അടുത്ത ഗഡു കിട്ടണമെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പ് വരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 8000 രൂപയുടെ ക്ഷേമ പെൻഷൻ ഇനിയും കൊടുക്കാനുള്ളപ്പോൾ 3200 രൂപ കൊടുത്തത് വലിയ സംഭവമായി പിണറായി വിജയൻ കൊണ്ടാടുന്നത് 62 ലക്ഷം പാവപ്പെട്ടവരുടെ കണ്ണീരിൽ ചവിട്ടിയെന്നാണെന്ന് മറക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. ഇടുക്കി രൂപതയിൽ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചതിനെ സ്വാഗതം ചെയ്ത് BJP. വിശ്വോത്സവത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ 4-ന് ഇടുക്കി രൂപതയിലെ 10 മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികൾക്കായി കേരള സ്റ്റോറി സിനിമാ പ്രദർശനം നടത്തിയിരുന്നു. നിരവധി കുട്ടികൾ പ്രണയക്കുരുക്കിൽ അകപ്പെടുന്നതിനാലാണ് സിനിമ പ്രദർശിപ്പിച്ചതെന്ന് ഇടുക്കി രൂപതയെ പ്രതിനിധീകരിച്ച് ഫാദർ ജിൻസ് കാരക്കാട് വ്യക്തമാക്കി. കേരള സ്റ്റോറി സിനിമ പ്രദർശിപ്പിച്ച ഇടുക്കി രൂപതയുടെ നടപടിയെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇടുക്കി രൂപതയുടേത് തെറ്റായ രീതിയാണെന്നും സംസ്ഥാനത്തെ അപമാനിക്കുന്നതാണ് സിനിമയെന്നും അദ്ദേഹം പറഞ്ഞു. വിദ്യാർത്ഥികൾക്കായി സിനിമ പ്രദർശിപ്പിച്ച സമീപനം ശരിയല്ലെന്നും കേരളത്തെ കുറിച്ചുള്ള തെറ്റായ കാര്യങ്ങളാണ് സിനിമയിലുള്ളതെന്നും VD സതീശൻ കൂട്ടിച്ചേർത്തു. കേരള സ്റ്റോറി ഇടുക്കി രൂപതയിൽ പ്രദർശിപ്പിച്ചതിനെ കോൺഗ്രസ് നേതാവ് VT ബൽറാം വിമർശിച്ച് VT ബൽറാം ഇത് കേരളത്തിൻ്റെ സ്റ്റോറിയല്ല എന്ന് ഈ നാട് വ്യക്തമാക്കിയിട്ടുള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം. നല്ല കുടിവെള്ളം, നല്ല ആരോഗ്യം, നല്ല ജീവിതം. കാഞ്ഞങ്ങാട് മാണിക്കോത്ത് ഗ്രീൻ ഷോപ്പിയിൽ നല്ല കുടിവെള്ളം സമ്മാന പദ്ധതി വീണ്ടും ആരംഭിച്ചിരിക്കുന്നു.